ഹലോ ഫ്രണ്ട്സ്, ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയാണ്. അപ്പോൾ ഗ്രീൻ പീസ് കറി കുറേ പേർക്കൊക്കെ ഇഷ്ടമാണ്, കുറേ പേർക്കൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. ഇത് പുട്ടിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കറിയാണ്. നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസോ അല്ലെങ്കിൽ ഫ്രോസണോ അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ പീസോ ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഡ്രൈഡ് ഗ്രീൻ പീസാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുക. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച ശേഷം നമ്മൾ കറി വയ്ക്കാനായിട്ട്. ഇതിപ്പോൾ ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അത് പുറത്ത് വെച്ച് ഐസൊക്കെ ഒന്ന് വിട്ട് കഴുകി എടുത്തിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകി എടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇനി ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിന്. ഇതിൻ്റെ മുകളിലൊന്നും നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതൊന്ന് അടച്ചിട്ട് അടപ്പത്ത് വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 2 വിസിൽ നമുക്ക് കേൾപ്പിച്ച ശേഷം തുറന്ന് നോക്കുക. വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിൽ കൂടി കേൾപ്പിച്ചാൽ മതി. ഇപ്പോൾ ഇതേപോലത്തെ ഫ്രഷ് ആയിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് 2 വിസിൽ ആകും. ഇനി നമുക്ക് കുറച്ച് പീര ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്. അതേപോലെ 4 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്. നമ്മളിവിടെ പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, ഉപ്പ്. ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വെണ്ണ പോലെ നമുക്ക് അരച്ചെടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുളക് പൊടി നമ്മൾ താളിക്കുമ്പോൾ ചേർത്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ചിലർക്ക് കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ എരിവ് അധികം ഉണ്ടാവില്ല. ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു മഞ്ഞ കളറിലെ ഒരു കറിയാണ്. അപ്പോൾ പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് താളിക്കുമ്പോൾ ഉണക്കമുളക് ചേർക്കുന്നതോ അതൊക്കെ നമുക്ക് ക്രമീകരിക്കാം ആവശ്യാനുസരണം. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് അരച്ചിട്ട് കാണിക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കുകയാണ് വേണ്ടത്. ഗ്രീൻ പീസ് സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ഇവിടെ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ സവാള ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 4 വെളുത്തുള്ളിയാണ് എടുത്തത്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ ടേസ്റ്റ് ഇഷ്ടം കുറവുള്ളവർ, അതുപോലെ ഇഞ്ചിയുടെയൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾ അതുപോലെ കുറച്ചെടുത്താലും മതിയാവും. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വളരെ നല്ലതാണ്, ആരോഗ്യത്തിന്, കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്. ഇനി നമുക്ക് ഈ കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 2 ഇതളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ വളരെ കുറച്ചിപ്പോൾ ചേർത്താൽ മതി. കാര്യം നമ്മൾ അരപ്പുണ്ടാക്കിയപ്പോഴും അതുപോലെ തന്നെ ഗ്രീൻ പീസ് വേവിച്ചപ്പോഴും ഒക്കെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പിന് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ലാസ്റ്റ് ചേർത്താലും മതി. ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. തക്കാളി ചേർക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് പൊടിയായിട്ട് തക്കാളി അരിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഈ സവാളയുടെ കൂടെ നമുക്ക് വഴറ്റി നന്നായിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ തക്കാളി ചേർക്കുന്നില്ല. ഇവിടെ തക്കാളി ചേർക്കാത്ത രീതിയിലുള്ള കറിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം.
അപ്പോൾ ഇതിലേക്ക് നമുക്കിനി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതുമാണ്. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റാം. ഇനി നമുക്ക് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആ മിക്സി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പം നമുക്ക് ചാറ് ആവശ്യമുള്ളതുകൊണ്ട് ഒരല്പം വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രീൻ പീസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട്. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പുട്ട് വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ പുട്ടാണ് ഷെഫിന്, പുട്ടും ഗ്രീൻ പീസ് കറിയും. ഞങ്ങൾക്ക് ചപ്പാത്തിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.